പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു. പക്ഷെ അതിന് KPCC പ്രസിഡന്റ് മാറ്റുന്നതാണോ എൻ്റെ മറുപടി? സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിൻ്റെ മറുപടി. എല്ലാവരെയും തുല്യമായി കരുതുന്ന നേതാക്കൾ വരണം. നമസ്കാരം. കോൺഗ്രസിൽ അവഗണന നേരിടുന്നു എന്ന പരാതിയുമായി ചാണ്ടി ഉമ്മൻ MLA. ചിലരെ മാറ്റി നിർത്തുകയും ചിലർ മാത്രം വരികയും ചെയ്യുക എന്നതാണ് കോൺഗ്രസിലെ യാഥാർത്ഥ്യമെന്ന് ചാണ്ടി തുറന്നടിച്ചു. തനിക്ക് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല കിട്ടാതിരുന്നത് എന്ന് ചാണ്ടി ചൂണ്ടിക്കാട്ടി. സംഘടനാ നേതൃത്വം മറുപടി പറഞ്ഞോളുമെന്ന് VD സതീശൻ ഒഴിഞ്ഞുമാറിയപ്പോൾ പരാതി നേതൃത്വം ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് K മുരളീധരൻ പറഞ്ഞു. താനല്ല പാർട്ടിയാണ് പ്രതികരിക്കേണ്ടതെന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. ഈ വിഷയം കോൺഗ്രസിൽ ഇപ്പോഴുണ്ടായ ഭൂകമ്പത്തിന് പിന്നിൽ എന്താണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ ശ്രീ JS അഖിൽ കോൺഗ്രസ് നേതാവ്, ശ്രീ AK ഷാനിബ് മുൻ കോൺഗ്രസ് നേതാവ്, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ TV നിതീഷ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതേ സമയം തന്നെ കണ്ണൂരിലും കോൺഗ്രസിൽ വലിയ കലാപം നടക്കുകയാണ്. അല്പസമയം മുൻപ് MK രാഘവൻ MP വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി എന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ ആക്രമിക്കും എന്ന്, വീട്ടിൽ കയറി തല്ലും എന്ന് പോലും കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം പാർട്ടി നേതാവിനെ കുറിച്ച് MLA MP കുറിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഈ കോൺഗ്രസിലെ ഭൂകമ്പം ഇന്ന് ചർച്ച ചെയ്യുന്നു. ആദ്യം ശ്രീ അഖിൽ, ചാണ്ടി ഉമ്മൻ പറയുന്നത് ചിലർ മാറ്റി നിർത്തപ്പെടുന്നു, ചിലർ മാത്രമാണ് ഉൾക്കൊള്ളപ്പെടുന്നത് എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യം എന്നുള്ളതിനേക്കാൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി MLA ആക്കി. അദ്ദേഹം നിയമസഭാ അംഗമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ചെറുപ്പം മാത്രമാണ്. ഇതിനപ്പുറം എന്താണ് ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക എന്ന് ആ പാർട്ടിയുടെ പ്രവർത്തകർ സ്വാഭാവികമായും തിരിച്ചു ചോദിക്കില്ലേ? ഇപ്പോൾ ചാണ്ടി ഈ പരാതി പറഞ്ഞു വരേണ്ട സാഹചര്യം എന്താണ്? അല്ല, ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് തന്നെ കാരണമായിട്ടുള്ളത് എന്താ, ചാണ്ടി ഉമ്മൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട അഭിലാഷിയോട് സൂചിപ്പിച്ചത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിൻ്റെ ചരിത്രവും പാരമ്പര്യവും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്താണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം? കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നിട്ടുള്ളത്? ഏത് കാലത്താണ് നേതാക്കന്മാർ അഭിപ്രായം പറയാതിരുന്നിട്ടുള്ളത്? നേതാക്കന്മാർ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വന്ന അഭിപ്രായം പറഞ്ഞ എത്രയോ നേതാക്കന്മാർ ഇന്ന് ഈ കാലഘട്ടത്തിലും സജീവമായി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. മുൻപ് എത്രയോ തവണ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ കൃത്യമായി പാർട്ടിയുടെ പ്രസിഡന്റിനെതിരെയാണെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെയാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ചാണ്ടി ഉമ്മൻ പറഞ്ഞതുകൊണ്ട് അത് എന്തോ കടുത്ത അപരാധമായി പോയി, അത് വലിയ തെറ്റായി പോയി എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിത്രീകരണം അതൊരിക്കലും ശരിയല്ല. അതിന്റെ കാരണം എന്ത് എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പൊ ചാണ്ടി ഉമ്മൻ എങ്ങനെ അവഗണന നേരിടുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് അദ്ദേഹം MLA ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പാലക്കാടോ അല്ലെങ്കിൽ ചേലക്കരയിലോ പോയി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് ആരുടെയും ക്ഷണം ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരം സന്ദർശിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല. മാധ്യമങ്ങളിൽ വാർത്ത ഉണ്ടാവുന്നു, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്ന മട്ടിൽ. അതിനുശേഷം ജയിച്ച ശേഷം വരുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ആരാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകനായി നേതാവായി നിൽക്കാൻ ആരുടെയെങ്കിലും ക്ഷണം ആവശ്യമുണ്ടോ? അതങ്ങനെയല്ല. നമ്മുടെ ഒരു പാർട്ടിയുടെ ഒരു രീതിയിൽ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു, ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, വയനാട് പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ഓരോ പ്രധാനപ്പെട്ട ആളുകളെ അസൈൻ ചെയ്ത് അവിടെ മണ്ഡലം തലത്തിൽ ഓരോ ആളുകൾക്ക് ചാർജ് കൊടുത്തു, MLA മാർക്ക് ചാർജ് കൊടുത്തു, നിയോജക മണ്ഡലം തലത്തിൽ MP മാർക്ക് ചാർജ് കൊടുത്തു. അപ്പോൾ അത്തരം ചാർജ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും എവിടെയെങ്കിലും ചാണ്ടി ഉമ്മനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വേണം പരിശോധിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. അത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ അത് അദ്ദേഹം ഈ പാർട്ടിയിലെ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട MLA ആണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് താഴെത്തട്ടിൽ KSUവിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒക്കെ പ്രവർത്തിച്ച് വന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അദ്ദേഹം. അക്കാര്യത്തിൽ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. അപ്പോൾ ചാണ്ടി ഉമ്മന് അത്തരത്തിൽ ഒരു ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നേതൃത്വം കേൾക്കാൻ തയ്യാറാവുന്നില്ലേ? നേതൃത്വം തയ്യാറാവുന്നില്ല എന്ന് പരാതിയുണ്ടോ? അല്ല, ഞാൻ അവിടെ ഒരു വളരെ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കുറച്ചു കാലമായി പറയുന്നത് എന്താ, തലമുറ മാറ്റം, നേതൃമാറ്റം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാധ്യമങ്ങൾ എനിക്കൊന്ന് മാധ്യമങ്ങൾ പലപ്പോഴായി തലക്കെട്ടായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഇവിടെ തലമുറ മാറ്റമാണ്, നേതൃമാറ്റമാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ തലമുറ മാറ്റമല്ല, മറിച്ച് ഇവിടെ ഒരു ശൈലി മാറ്റമാണ് ആവശ്യം എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് നേതൃത്വം തന്നെ ഒറ്റക്കെട്ടായി ഒരു ശൈലി മാറ്റത്തിന് തയ്യാറാകണം. അല്ല, നേതൃത്വം എന്ന് പറയുമ്പോൾ നേതൃത്വം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണല്ലോ. ശൈലി വ്യക്തികൾക്കല്ലേ ഉണ്ടാവുക. ഏത് വ്യക്തിയാണ് ശൈലി പറഞ്ഞോളൂ. അല്ല, ഞാൻ അഭിലാഷി അതിനകത്ത് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കും. ഞാൻ എന്നെ പറയാൻ അനുവദിക്കണം. കാരണം ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും താങ്കൾ ഉദ്ദേശിക്കുന്ന നരേഷനിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. എന്തായാലും ഞാൻ പറയാനുള്ളത് എൻ്റെ വേർഷൻ വളരെ കൃത്യമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശൈലി മാറ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, ആളെ കൂട്ടുന്ന ആളുകളുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ഇത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് പോലും ഒരു നേതാക്കന്മാരും പോലും തിരിച്ചറിയാതെ പോയിട്ടുള്ള എത്രയോ പ്രവർത്തകരും നേതാക്കന്മാരും താഴെത്തട്ടിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങളെ മാധ്യമപ്രവർത്തകരെ കുറ്റപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ പ്രധാനമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുറച്ച് ചാനൽ ചർച്ചയിൽ വന്നാൽ മതി, കുറച്ച് റീൽസിൽ BGM ഇട്ടാൽ മതി, അതും അല്ലെങ്കിൽ കുറച്ച് ലൈക്കും ഷെയറും മാത്രം മതി, അവനാണ് നേതാവ് എന്നുള്ളൊരു കൾച്ചറിലേക്ക് എവിടെയെങ്കിലും എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ ചൂസ് ചെയ്യുന്ന ആ ശൈലിയിൽ മാറ്റം ഉണ്ടാകണം. അത് ഞങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിർഭാഗ്യവശാൽ പറഞ്ഞു പോവുകയാണ്. ഞാൻ പറയുന്നത് നേതൃത്വം തിരിച്ചറിയേണ്ട ആളുകൾ താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളെയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറുമുള്ള ചാനൽ ചർച്ചയിൽ വടിവത്ത ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളെയല്ല, മറിച്ച് താഴെത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന, വിറക് വെട്ടുന്ന, വെള്ളം കോരുന്ന സാധാരണ പ്രവർത്തകരെയാണ് പാർട്ടി പരിഗണിക്കേണ്ടത്. ആ ശൈലിയിലേക്ക് പാർട്ടി വരണം എന്നാണ് അഖിൽ പറഞ്ഞത്. ഉറപ്പായിട്ടും. അല്ല, ഞാൻ അതിനകത്തൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ എനിക്ക് പറ്റും. കാരണം എന്താ വെച്ചാൽ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ പാർട്ടിയുടെ നയം എന്താണ്? ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത് ഒരു മൂന്നാമതൊരു ഫോഴ്സ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ LDFന് പിണറായി വിജയനെതിരെ ഉള്ള ഒരു വികാരമായി തന്നെ ഒന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വികാരം ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അത് ഷിഫ്റ്റ് ചെയ്ത് ഒരു മൂന്നാമത് ഒരു കക്ഷിയിലേക്ക് കൂടി ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തടയിടണമെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ നിർത്തണം. അത്തരം ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവിടെയും പ്രവർത്തകനെ കേൾക്കാൻ തയ്യാറാകുന്ന നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അസ്വാരസ്യങ്ങൾ ഇല്ലാതെയാകൂ എന്നുള്ളൊരു രണ്ട് കാര്യങ്ങൾ ഞാൻ അഖിൽ പറഞ്ഞതിൽ നിന്ന് എടുത്തു. ഒന്ന്, നേതൃത്വം കേൾക്കുന്നില്ല. രണ്ട്, നേതൃത്വം ശൈലി മാറ്റണം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ അഖിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ എനിക്കതിൽ എക്സ്പ്ലനേഷൻ വേണം. ആരാണ് കേൾക്കാത്തത്, ആരാണ് ശൈലി മാറ്റേണ്ടത്? ഇപ്പൊ ശൈലി മാറ്റ ചർച്ച, പ്രതിച്ഛായ മാറ്റ ചർച്ച, ഇതൊക്കെ കോൺഗ്രസ് ഉണ്ടായ കാലം മുതലേ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് കുറെ കൂടി സ്പെസിഫിക് ആവാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കുന്നത് കെ സുധാകരനാണോ ശൈലി മാറ്റേണ്ടത്? തുറന്നു പറഞ്ഞു. അല്ല, ഞാൻ അഭിലാഷേ ഒരു വ്യക്തിയിലേക്ക് ചെന്നെത്തിക്കാനായിട്ട് ഞാൻ ഈ ചർച്ചയെ ഉപയോഗിക്കുന്നില്ല. അല്ലല്ല, വ്യക്തികളല്ല, പാർട്ടിയുടെ നേതൃത്വമാണ്. അത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ശൈലി എങ്ങനെയായിരുന്നു വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കൂട്ടായ നേതൃത്വം ആലോചിക്കുന്ന ഒരു ഘട്ടം, അത് ഏത് തരത്തിലാണ്, ഏത് കാലഘട്ടത്തിൽ പരിശോധിച്ചാലും കൂട്ടായ നേതൃത്വമാണ്. അവിടെ നമ്മൾ ഒരു കാലഘട്ടത്തിലേക്ക് കെ കരുണാകരനും AK ആന്റണി മുതൽ ഇങ്ങോട്ട്, അതിന് മുമ്പും അതിന് പിന്നിലും ഇങ്ങോട്ടും അങ്ങോട്ടും പരിശോധിച്ചാൽ തന്നെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് അവിടെ AICC എന്നോ അല്ലെങ്കിൽ KPCC എന്നോ ഒന്നും ഒരു വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രി എന്നോ പ്രതിപക്ഷ നേതാവെന്നോ ഒരു വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരുന്ന ആളുകളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം തിരിച്ചു വരണമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഒറ്റക്കെട്ടായ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരാളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണോ, അതോ ഏതാനും ചിലർ അവരുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണോ? ഏതാണ്? ഞാൻ വളരെ കൃത്യമായി പറയുന്നത്, എന്റെ വാചകത്തിലേക്ക് അഭിലാഷ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. വളരെ കൃത്യമായി എന്റെ വാചകം ഇത്ര മാത്രമാണ്. ഇവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനേക്കാൾ അപ്പുറത്തേക്ക് താഴെത്തട്ടിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന പ്രവർത്തകരെ കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. ആ ആളുകളെ തിരിച്ചറിയണം. ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ നിയമസഭയിലേക്കോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കോ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ പോലും ആ ആളെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് അവർ ചെയ്യുന്ന ജോലിയെ പറ്റി കൃത്യമായ ബോധ്യം നേതൃത്വത്തിന് ഉണ്ടാകണം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ശ്രീ AK ഷാനിബ്, എനിക്ക് തോന്നുന്നു എന്നെക്കാൾ നന്നായിട്ട് ഷാനിബിന് ഇപ്പോൾ അഖിൽ പറയുന്ന വാചകങ്ങൾ കണക്ട് ആവുമെന്ന്. സെലിബ്രിറ്റികളെ
ടെലിവിഷനിൽ വന്ന് സെലിബ്രിറ്റികളാവുന്നവരെ, സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും ഉള്ളവരെ അല്ല, പാർട്ടി പ്രവർത്തകരെയാണ് പാർട്ടി പരിഗണിക്കേണ്ടത് എന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ നേതൃത്വമാണ് ഈ കാര്യത്തിൽ ശൈലി മാറ്റേണ്ടതെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു എന്നെക്കാൾ നന്നായിട്ട് താങ്കൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ ഏകദേശം ഒരു 20 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പോൾ JS അഖിൽ ഇവിടെ ആവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരോടും പറയാനുള്ളത്, KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയാനുള്ള ഒരു ആർജവമുള്ള ആരും ആ പാർട്ടിയിൽ ഇല്ലാത്തതാണ് കുഴപ്പം. ജോസഫ് വാഴക്കനെ നോക്കി അന്ന് K സുധാകരൻ പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പറയാൻ അദ്ദേഹം പറഞ്ഞ നട്ടല് വേണം എന്നാണ്. ഞാനത് ആർജവമുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഏതാനും ചില ആളുകൾ മാത്രം തീരുമാനിക്കുന്ന വ്യക്തി താല്പര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടത്തിനും മാത്രം ലാക്കാക്കി ഈ പാർട്ടി ഉപയോഗിക്കുന്ന കാഴ്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ JS അഖിൽ ഇവിടെ പറഞ്ഞതും നേരത്തെ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി വ്യക്തമാക്കിയതും. ചാണ്ടി ഉമ്മനെ പോലെ ഒരു MLA ബാക്കി എല്ലാ ആളുകൾക്കും അവിടെ പ്രവർത്തിക്കാനുള്ള ചാർജ് ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തിലും വാർഡുകളിലുമൊക്കെ ചാർജ് കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മന് മാത്രം ചാർജ് കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അത് പാർട്ടി നേതൃത്വം അറിയാതിരുന്നത്? ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത്? എന്നിട്ടും അദ്ദേഹം ആ സമയത്ത് ഇത് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ചാണ്ടി ഉമ്മൻ ഇതൊക്കെ അനുഭവിക്കണം എന്നാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ടാകുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരും ഇത് അനുഭവിക്കുമ്പോൾ അവർ പരാതി പറയാൻ വരുമ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ സമയത്ത് ഇടപെടാതെ അവരവർക്ക് നേരെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇനി അടുത്ത ആളുകളിലേക്ക് വരും. ഇങ്ങനെ ഈ പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന നിലപാടുള്ള വ്യക്തിത്വമുള്ള ഓരോ ആളുകളെയായിട്ട് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഓരോരുത്തരെയായി ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെ JS അഖിലും ആവർത്തിക്കുന്നു. എനിക്ക് JS അഖിൽ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. ഇനിയെങ്കിലും കൃത്യമായി ആരാണ് എന്തൊക്കെയാണ് ആ പാർട്ടിയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അതിനു മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയിരുന്നു പ്രശ്നം, അതിനു മുമ്പ് മറ്റു പല പ്രശ്നം. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷെ നമ്മളത് വരികൾക്കിടയിലൂടെ വായിക്കണം. പണ്ട് ഇപ്പോ അഖിൽ തന്നെ പറഞ്ഞ ഉദാഹരണം, പണ്ട് കോൺഗ്രസ് നേതാക്കൾ വളരെ തുറന്ന് അഭിപ്രായങ്ങൾ ടെലിവിഷനിലും അല്ലാതെയൊക്കെ പറയാറുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ തുറന്ന അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യമില്ല. കോൺഗ്രസ് പാർട്ടിയിലെ ആ എക്കോ സിസ്റ്റം മാറിയിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? താങ്കൾ ഒരു 20 ദിവസം മുമ്പ് വരെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് താങ്കൾക്ക് അത് കുറച്ചുകൂടി നന്നായി പറയാൻ പറ്റും. അല്ല, ഞാൻ അതാണ് പറയുന്നത്. ഞാൻ പാർട്ടിക്കകത്ത് ഞാനല്ല, ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നം പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. ഈ പറയുന്ന KC വേണുഗോപാലിനോട് പറഞ്ഞതാണ്, ഈ പറയുന്ന VD സതീശനോട് പറഞ്ഞതാണ്, ഈ പറയുന്ന K സുധാകരനോട് പറഞ്ഞതാണ്, ഈ പറയുന്ന നേതാക്കളെ മുഴുവൻ MMSN KPCC പ്രസിഡന്റ് ചാർജ് ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, ദീപദാസ് മുൻഷിയോട് പറഞ്ഞതാണ്. ആ പാർട്ടിക്കകത്ത് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ഈ നേതാക്കന്മാരെ, ഞാനല്ല ഞങ്ങളുടെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞതാണ്. JS അഖിലുമായിട്ട് പല സന്ദർഭങ്ങളിലും ഈ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരെ എല്ലാ തരത്തിലും ഈ VD സതീശനുമായി ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞാനടക്കമുള്ള ഞങ്ങളെല്ലാവരും ആ തെരഞ്ഞെടുപ്പിൽ വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയി പ്രവർത്തിച്ച ആളുകളാണ്. എന്നാൽ എന്താണ് പുറത്തേക്ക് വന്നത്? എന്താണ്? ഞങ്ങൾ താഴെ തട്ടിൽ ഓരോ ബൂത്തിലും അവിടെ മാല കെട്ടാനും കൊടി കെട്ടാനും അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് തെരുവിൽ പോയി പ്രസംഗിക്കാനും ചില സന്ദർഭങ്ങളിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെ എല്ലാ രീതിയിലും ആ പാർട്ടിയിൽ ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളുകളാണ്. എന്നാൽ ഈ നേരത്തെ JS അഖിൽ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിക്കകത്ത് PR വർക്ക് നടത്തി ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ഉണ്ടാക്കി, ഷെയർ ഉണ്ടാക്കി, കമന്റ് ഉണ്ടാക്കി, അതിൻ്റെ ഒരു സപ്പോർട്ടിൽ ഒരു വിഭാഗം ആളുകൾ നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്. അപ്പം ആ പണവും സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ സ്വാധീനവും ഉള്ളതുകൊണ്ട് അവർക്കെതിരെ ആളുകൾ പറയാൻ മടിക്കുകയാണ്. ഇപ്പൊ തന്നെ ചാണ്ടി ഉമ്മൻ ഈ അഭിപ്രായം പറഞ്ഞ് ഇത്രയും മണിക്കൂറുകളായി. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന തെരുവിളി, അവിടെ നടക്കുന്ന അധിക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്.
ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെയും അതുപോലെ VD സതീശൻ്റെയും ഒരു ടീം സോഷ്യൽ മീഡിയ രംഗത്ത് PR ഏജൻസിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് അവിടെ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. രമ്യ ഹരിദാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം അവരെ കുറിച്ച് പറയാണ് നീ തോൽക്കേണ്ടതാണ് എന്നാണ്. നീ തോൽക്കേണ്ടതാണ്, നിനക്ക് വേണ്ടി ഞാൻ ഒരു പോസ്റ്റും ഇട്ടിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അപ്പുറത്ത് രമ്യ ഹരിദാസിന് വേണ്ടി പോസ്റ്റ് ഇടാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഈ പാർട്ടിയെ ഇവരെങ്ങോട്ടാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയം പറയുന്ന നിലപാടുള്ള ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിൽ പണിയെടുക്കാൻ തയ്യാറുള്ള നിരവധി ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഇയാളെ അറിയ പോലും ഇല്ല എന്നാണ്. അപ്പോൾ ഇപ്പൊ ചാണ്ടി ഉമ്മൻ ഈ അഭിപ്രായം പറയുമ്പോൾ പിന്നെ VD സതീശൻ എന്താണ് പറയുക? ഞാൻ ചാണ്ടി ഉമ്മൻ അറിയ പോലും ഇല്ല എന്ന് പറയൂ. ഞങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രനായിട്ടുള്ള ചാണ്ടി ഉമ്മന് ഇതാണ് ആ പാർട്ടിയുടെ അനുഭവമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സാധാരണ അനുയായി മാത്രമായിരുന്ന ഞങ്ങൾക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം ആ പാർട്ടിയെ വലിയ ഒരു കോക്കസ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഈ പാർട്ടി ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, അധികാര താല്പര്യങ്ങളുണ്ട്. BJPയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ SDPIയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അധികാരത്തിലെത്തണം. ആ അധികാരത്തിലെത്തുമ്പോൾ എൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള എൻ്റെ സിൽബന്ധികൾ മാത്രം ഈ പാർട്ടിയിൽ മതി എന്ന നിലയിലേക്ക് VD സതീശനാണ് പാർട്ടി നേതൃത്വം. VD സതീശന്റെ ഒരു കോക്കസ്, VD സതീശനും സിൽബന്ധികളും എന്നുള്ള നിലയിൽ പാർട്ടിയെ മാറ്റിയതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അതിനോടുള്ള തുറന്ന പറച്ചിലാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത് എന്നുള്ളതാണ് ഇവിടെ ഷാനിബ് അടക്കം ഉയർത്തുന്ന നിരീക്ഷണം. ശരിയായിരിക്കില്ലേ? ചിലർ മാറ്റി നിർത്തപ്പെടുന്നു, ചിലർക്ക് മാത്രമാണ് സ്ഥാനം എന്ന് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ പറയുന്ന സാഹചര്യം നമ്മൾ കോൺഗ്രസിൽ കിട്ടും. വിമർശകർ പറയുന്നതല്ല. ചാണ്ടി ഉമ്മൻ എന്ന ഉമ്മൻചാണ്ടിയുടെ നേരാവകാശി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നേരാവകാശി പറയുന്ന വാക്കുകളാണ്. അത് JS അഖിലിനെ പോലെ എത്രയും കാലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ കോൺഗ്രസിന് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ച നേതാക്കൾ വീണ്ടും അത് എക്കോ ചെയ്യുകയാണ്, ടെലിവിഷൻ ചാനലിൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? അല്ലാതെ ഇവരൊക്കെ പോകുന്നവരൊക്കെ പൊക്കോട്ടെ, ഞങ്ങൾ മാത്രം മതി എന്ന് നിലപാടെടുക്കാൻ പറ്റുമോ? നോക്കൂ അഭിലാഷേ, കോൺഗ്രസ്സിൽ VD സതീശനെതിരായ ഒരു നീക്കം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സുഹൃത്ത് ശ്രീ ഷാനിബും അതിൽ പെട്ടുപോയിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതിൽ ഞാൻ വലിയ അർത്ഥം കൽപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു CPM അനുഭാവിയായിട്ട് മാറിയിട്ടുണ്ട്. അഖിലിവിടെ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിലുള്ള ചില അഭിപ്രായങ്ങളുടെ ഏതാണ്ടൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നോക്കൂ അഭിലാഷേ, കോൺഗ്രസ്സിലെ നേതാക്കൾ എത്ര സങ്കടം പറഞ്ഞാലും എത്ര വിമർശനം ഉന്നയിച്ചാലും എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് അനുഭാവികൾ ഈ VD സതീശൻ്റെയും സുധാകരൻ്റെയും നേതൃത്വത്തിലാണല്ലോ ജയിച്ച് കയറുന്നത്. ഇപ്പോൾ പാലക്കാട് 3000 വോട്ടിൽ നിന്നും 18,500 വോട്ട് കിട്ടിയപ്പം അവിടെ VD സതീശൻ വിരുദ്ധത എന്ന അജണ്ടയായിരുന്നു CPM പൊക്കിപ്പിടിച്ചത്. CPM മാത്രമല്ല, വേറെ പലരും ഇവിടെ പൊക്കിപ്പിടിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവിടെ ശ്രീ അഖിൽ പറഞ്ഞൊരു കാര്യം, അത് ഞാനത് ആസ്വദിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ സങ്കടം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ താരമാകണം, അതല്ലേ അതിൻ്റെ ആവശ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവിടെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിച്ചു. 18,000 വോട്ടുകൾക്ക് അദ്ദേഹത്തെ MLA തിരഞ്ഞെടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു പിന്തുണ അർത്ഥവത്തായി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അടിയും പോലീസിൻ്റെ ഇടിയും ഒക്കെ കൊണ്ടല്ലേ വളർന്നത്. അത് നമ്മൾ മറക്കരുത്. ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ഒരാളും താഴെത്തട്ടിലെ പ്രവർത്തകനാണ് സമരരംഗത്ത്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിനെ കൈകൊണ്ടും സാധാരണ പ്രവർത്തകനെ ലാത്തികൊണ്ടും അല്ലല്ലോ അടിക്കുന്നത്. അവിടെ എല്ലാവരും തലയടിച്ച് പൊട്ടിക്കും. അബിൻ വർക്കിയുടെ തലയടിച്ച് പൊട്ടിച്ചില്ലേ? രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞിട്ടിട്ട് തല്ലിയില്ലേ? ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം ഈ രണ്ട് സുഹൃത്തുക്കൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഷാനിമിനെയും ഞാനങ്ങനെ തള്ളിക്കളയുന്നില്ല. കാരണം ഷാനിമൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റൊക്കെ തിരിച്ചു വരാവുന്നൊരു കാര്യമുള്ളൂ. കോൺഗ്രസ്സിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അവിടെ CPM ഉണ്ടായ അനുഭവം എന്താണെന്ന് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ നോക്കൂ അഭിലാഷേ, കേരളത്തിലെ അങ്ങോട്ടുള്ള ചോദ്യം ഇവിടെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞു, അഖിൽ പറഞ്ഞു,
അങ്ങനെ കുറച്ചാളുകൾ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് പഴയ എ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നിരുന്ന വലിയൊരു വിഭാഗം നേതാക്കളുടെ വികാരമായി ഇത് കോൺഗ്രസിൽ മാറുന്നുണ്ട് എങ്കിൽ ഇപ്പോ ഇവിടെ അഖിലിനെ പോലെയുള്ള നേതാക്കൾ വെറുതെ ഒന്നങ്ങ് പറയില്ലല്ലോ. അങ്ങനെ ഒരു അസ്വാരസ്യം കോൺഗ്രസിൽ ഉണ്ട് എങ്കിൽ താങ്കൾ പറയുന്നത് പോലെ VD സതീശൻ വിരുദ്ധത പാലക്കാട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പരാജയം ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായും VD സതീശന്റെ സ്ഥാനചലനത്തിന് വേണ്ടി പോലും മുറവിളി ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അവിടെ സതീശൻ ജയിച്ചു നിൽക്കുകയാണ്. പക്ഷെ വലിയൊരു വിഭാഗം നേതാക്കൾ, ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ ആയി നിന്നിരുന്ന നേതാക്കളൊക്കെയും അവരുടെ അസ്വാരസ്യങ്ങൾ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ഉരുക്കൂട്ടുന്നതിന് പകരം അത് പരിഹരിക്കുന്ന ഒരു നിലയിലേക്ക് പോയില്ലെങ്കിൽ അത് കോൺഗ്രസിന് ഗുണകരമാകുമോ? ഒന്നോ രണ്ടോ പേര് പുറത്തുപോയി എന്നുള്ള ഇടത്താകില്ല ഇത് അവസാനിക്കുക. അഭിലാഷ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നും. അതായത് കേരളത്തിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവർക്ക് മാത്രമല്ലല്ലോ ഇപ്പോൾ ഈ സങ്കടം പറച്ചിൽ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞില്ലേ, ഞാൻ പോയില്ല എന്ന് പറഞ്ഞില്ലേ. എല്ലാവരും പറയുന്നുണ്ട് അത് ഉമ്മൻചാണ്ടി കോൺഗ്രസ്സിൽ. വിചിത്രം എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ അതിലേക്ക് വരാം, അല്ലെ നീണ്ടു പോകും. അതായത് കോൺഗ്രസ്സിൽ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആൻ്റണി ഗ്രൂപ്പും കരുണാകരൻ ഗ്രൂപ്പും. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് ഉള്ളപ്പോൾ അതിലെ സങ്കടം പറഞ്ഞാൽ നേതാക്കൾക്ക് പരസ്പരം അഭിപ്രായങ്ങൾ അങ്ങോട്ട് പങ്കുവെച്ചിട്ട് പ്രശ്നം തീർക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പില്ല കോൺഗ്രസ്സിൽ. ഞാൻ ഏത് കാലത്തും പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉള്ളതാണ് നല്ലത്. ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ്സിൽ തെരുവിൽ അഭിപ്രായങ്ങൾ ഏറും. ഇപ്പം നോക്കൂ, ഒരു അരക്ഷിതാവസ്ഥയുണ്ട് നമ്മുടെ നേതാക്കൾക്കിടയിൽ. എല്ലാ വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഒരു അരക്ഷിതാവസ്ഥ വന്നിരിക്കുക. എന്താണ്? ആരാണ് എന്നെ സംരക്ഷിക്കുക എന്നൊരു അരക്ഷിതാവസ്ഥയുണ്ട്. കാരണം ഏത് നേതാവ് എവിടെ നിൽക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ പഴയ കാലത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പമാണെങ്കിൽ ഉമ്മൻചാണ്ടി സംരക്ഷിക്കും, AK ആൻ്റണി സംരക്ഷിക്കും, ലീഡർ സംരക്ഷിക്കും, രമേശ് സംരക്ഷിക്കും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും സുധാകരനും അതുപോലെ എല്ലാ നേതാക്കൾക്കും A ഗ്രൂപ്പോ I ഗ്രൂപ്പോ എന്നുള്ളതില്ല. അവർക്കാണ് ഗ്രൂപ്പും ഇല്ല. അവർക്ക് അവരുടേതായ അരക്ഷിതാവസ്ഥ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ് താങ്കളുടെ നിരീക്ഷണം. ഞാൻ ഒന്നും തള്ളിക്കളയുന്നില്ല. ഇതൊരു ജനാധിപത്യ സംവാദമായി മുന്നോട്ട് പോട്ടെ. ശ്രീ അഖിൽ, നമ്മൾ കുറച്ചുകൂടി കോറായ വിഷയങ്ങളിലേക്ക് വന്നാൽ, താങ്കൾ നേരത്തെ കുറെ ജനറൽ ആയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ലൈക്കും ചാനൽ ചർച്ചയിലെ പെർഫോമൻസുമാണോ നേതാക്കളെ നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുതിയ കാലത്തിനനുസരിച്ച് അങ്ങനെയാണ് നേതാക്കൾ ഉണ്ടായി വരുന്നത്. രാഹുൽ മാങ്കൂട്ടം ഗംഭീരമായി ചാനൽ ഫ്ലോറുകളിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നു. അത് പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്നു, പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വരാനുള്ള കളം അങ്ങനെയാണ് ഒരുങ്ങുന്നത്. സോഷ്യൽ മീഡിയ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒഴിച്ചു നിർത്താൻ കഴിയുമോ? സോഷ്യൽ മീഡിയയിലെ ലൈക്കും ഷെയറും എന്ന് പറയുന്നത് പ്രവർത്തകരുടെ ഇഷ്ടത്തിന്റെ പ്രകടനമാണ്. ഇന്നൊരൊറ്റ ദിവസം ചാണ്ടി ഉമ്മനെതിരെ വന്നിട്ടുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ മാത്രം ഒന്ന് എടുത്തു നോക്കൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്കൊരു നെപ്പോ കിഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന നേതാവാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ നേതാവായതുകൊണ്ട് ഇപ്പോൾ MLA ആയിട്ടുള്ള ആളാണ്. ആ ചാണ്ടി ഉമ്മനെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ തൊലിയുരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലായാലും ചാനലിലായാലും പെർഫോം ചെയ്ത് നേതാക്കൾ ഉയർന്നു വരിക എന്നുള്ളതിനെ അതിനൊരു സ്വാഭാവികതയിൽ കണ്ടാൽ ഈ ബുദ്ധിമുട്ടുണ്ടോ? അഭിലാഷേ, ഞാനൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ നമ്മൾ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ് പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കൃത്യമായ ഒരു ചിന്ത വേണം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചാനൽ ചർച്ചയിൽ നല്ലൊരു ഡിബേറ്റർ ആയിട്ടുള്ള ആളുകൾ ഈ പാർട്ടിയിൽ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി വേണം. നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ആൾ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ചാനൽ മാത്രമല്ല, ഈ പറയുന്ന പോലെ പ്രസംഗ യോഗങ്ങളിൽ പോയി പ്രസംഗിക്കാൻ കഴിയുന്ന മികച്ച പ്രാസംഗികന്മാർ പാർട്ടിയിൽ വേണം. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളും പാർട്ടി പ്രവർത്തകരുടെ ഭാഗമായി, പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ ഉണ്ടാകണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആളെ കൂട്ടാൻ കഴിവുള്ള ആളുകൾ, ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10-50 പേരെ അല്ലെങ്കിൽ 100 പേരെ ഒരു അത്യാവശ്യത്തിന്, ഒരു സമരത്തിനാണെങ്കിലും ഒരു പരിപാടിക്കാണെങ്കിലും വിളിച്ചാൽ കൂട്ടുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള ആളുകൾ, അതിന് ആളെ കൂട്ടാൻ കഴിവുള്ള നേതാക്കന്മാരുണ്ടാകണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെ സഹായിക്കാനും അവരുടെ ഒരു കരുതലായി മാറാനും കഴിയുന്ന നേതാക്കന്മാർ അവരും വേണം. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ക്രീം ലെയറാണ് കോൺഗ്രസ് പാർട്ടിയായി മാറേണ്ടത്. അല്ലാതെ ചാനൽ ഡിബേറ്റ് മാത്രമാണ് അല്ലെങ്കിൽ റീൽസും ലൈക്കും ഷെയറും മാത്രമാണ് എന്നുള്ള തരത്തിലേക്കുള്ള ചിന്താഗതിയാണ് പ്രശ്നം. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏറ്റവും നന്നായി ആളെ കൂട്ടാൻ സംഘടിപ്പിക്കാൻ കഴിയുന്ന നേതാക്കന്മാർക്ക് ചിലപ്പോൾ മൈക്കിന് മുന്നിൽ 2 മിനിറ്റ് സംസാരിക്കാൻ കഴിവുണ്ടാവില്ല. ചാനൽ ചർച്ചയിൽ അവർ ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ അത്തരം ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ പോയി ഇരിക്കണമെന്ന് പറയുന്ന രീതി ശരിയാണോ? അല്ല, ഞാൻ പറയുന്നത് പുതിയ കാലഘട്ടത്തിനെ അഡ്മിറ്റ് ചെയ്യുന്നു. പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം വേണം. പുതിയ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ, നവമാധ്യമ രാഷ്ട്രീയ സംവിധാനങ്ങളും സംവാദങ്ങളും നടക്കണം. അതെല്ലാം കൃത്യമായി തന്നെ നടക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ്. പിന്നെ
എനിക്ക് ഷാനിബ് പറഞ്ഞതും ശ്രീകുമാർ സാറ് പറഞ്ഞത് അദ്ദേഹത്തിനോടൊക്കെ വളരെ ബഹുമാനമുള്ള ആളാണ്. ഞാൻ KSU കാലഘട്ടത്തിലൂടെ കടന്നു വന്ന എൻ്റെ കമ്മിറ്റിയിലെ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഞാൻ KSU സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പാലക്കാട് ജില്ലയിലെ മികച്ച ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് AK ഷാനിബ്. ഷാനിബിനെ കൃത്യമായി ഷാനിബിൻ്റെ രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും എല്ലാം ഞങ്ങളെല്ലാം ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ഭാഗത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകളാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്നില്ല. ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ നാളുകളിലും ഇതിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഷാനിബിനും ശ്രീകുമാർ സാറിന് അത് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല. ഇതേ ഷാനിബ് ഇരുന്ന കമ്മിറ്റിക്ക് ശേഷം നടന്ന പുരസ്സംഗനയ്ക്കകത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ട ആളായിരുന്നു ഞാൻ. ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത തീരുമാനം മാറ്റിമറിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കകത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട സമയത്തും അതേ പരിഗണനയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയത്, നോക്കൂ, ഇപ്പൊ താങ്കളായിരുന്നു, അതായത് താങ്കളെയാണ് ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി മനസ്സിൽ കണ്ടിരുന്നത്. അതായത് പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണെങ്കിൽ AI ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ എപ്പോഴും A ഗ്രൂപ്പിനാണ് പാർട്ടിയിൽ പ്രാമുഖ്യം. അങ്ങനെ A ഗ്രൂപ്പിന്റെ നോമിനിയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ആൾ താങ്കളായിരുന്നു എന്ന് ഒരു മെസ്സേജ് കിട്ടി. വാട്ടെവർ. ഇപ്പോൾ താങ്കൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞില്ല, അവിടെ രാഹുൽ മാങ്കൂട്ടം വരുന്നു. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കെട്ടിയിറക്കിയതല്ലോ, വായിൽ വെള്ളിക്കരണ്ടിയുമായി വന്ന ആളല്ലോ, അതാണോ പ്രശ്നം? അല്ല അഭിലാഷ്, അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ കഴിവിനെയോ അദ്ദേഹത്തിന്റെ ചാനലിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനുള്ള ലൈക്കിനെയോ ഒന്നും ഞാൻ കുറവായി കാണുന്നില്ല. കാരണം അദ്ദേഹത്തിനോടൊപ്പം അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്നും ആകണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. എല്ലാ തലത്തിലുള്ള ക്രീം ലെയർ ആളുകളും കൂടെ ചേർന്നിട്ടുള്ളതാകണം ഈ പാർട്ടി സംവിധാനം. അത്തരം ആളുകളെ എല്ലാം ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടുപോകണം. പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ഒരാളെ കൺസിഡർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവന്റെ പ്രവർത്തന മികവിനെ കൂടി പാർട്ടി ഒന്ന് പരിശോധിക്കണം. ഇവിടെ അഭിലാഷേ, എന്തുകൊണ്ടാണ് തുറന്നു പറച്ചിലുകൾ ഒരു ഉണ്ടാകുന്നില്ല എന്ന് അഭിലാഷ് മനസ്സിലാക്കണം. ഒരു നോമിനേറ്റഡ് സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആളുകളെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, അത് ആര് തന്നെ ആയിക്കോട്ടെ, X or Y, അവരാണ് പാർട്ടിയിൽ ആളുകളെ KPCCയുടെ ഭാരവാഹികളായി എടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ. ഷാനിബിന് ഒരു ചാനൽ ചർച്ച കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് ഷാനിബിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിലേക്ക് പോയതിന് ഷാനിബ് കൂടെ കേൾക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സംബന്ധിച്ച് എനിക്ക് ഷാനിബിനോട് ഉണ്ടായ പ്രയാസം ഇത്തരം ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ KSU പ്രസിഡന്റ്ഷിപ്പിന്റെ സമയത്തും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിന്റെ സമയത്തൊക്കെ അങ്ങനെയാണെങ്കിൽ മാനസിക വിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എപ്പോഴേ പാർട്ടി വിട്ടു പോകേണ്ടതാണ്. ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കാത്ത, അത്തരത്തിൽ പ്രവർത്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാളെന്നുള്ള നിലയിൽ വളരെ കൃത്യമായി ഷാനിബ് പോയതും ചെയ്തതും തെറ്റായി പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഷാനിബ് എക്കാലമാണെങ്കിലും ഷാനിബ് തിരിച്ചു വരണം, തിരിച്ചു വന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ശരി, ശ്രീ ഷാനിബ്, ഓക്കെ, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. പക്ഷേ കാലഘട്ടം മാറുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടികൾ സ്വയം പുതുക്കണമല്ലോ. ആ കാലഘട്ടത്തിൽ പുതിയ നേതാക്കൾ ഉണ്ടാകും, പുതിയ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, പുതിയ തരത്തിൽ ജനങ്ങളോട് കണക്ട് ചെയ്യാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടാവും. അവർക്ക് ആ നിലയ്ക്കുള്ള ആക്സെപ്റ്റൻസ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും ഉണ്ടാകും. ശരിയാണ്, ഒരുപാട് വർഷം, 18 or 20 വർഷം പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പണിയെടുത്തിട്ടുണ്ടാവും. അർദ്ധ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടാകും, തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടന്നിട്ടുള്ള കാലയളവുണ്ടാവും. അതൊന്നും ആരും റദ്ദാക്കി കളയുന്നില്ല. പക്ഷേ ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ട ഒരു സിസ്റ്റമാണ് ജനാധിപത്യം എന്നിരിക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നേതാക്കളെ എമർജ് ചെയ്യുക എന്ന സ്വാഭാവികതയെ ഈ പറഞ്ഞ 18 or 20 വർഷം തല്ലുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം കോരിയ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയത്തിൽ എന്താണ് വഴി? അത് റദ്ദാക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ അവരുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും റദ്ദാക്കി കളഞ്ഞ് വളരെ പെട്ടെന്ന് ഇത്തരം ചാനൽ ചർച്ചയിലും മറ്റും വരുന്ന ആളുകൾക്ക് പിന്നെ ഇത്തരം അവസരം കൊടുക്കുന്നു എന്നുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രശ്നം എന്താ? ചാനൽ ചർച്ചയിൽ വരുന്നതും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നതും ഈ കാലത്ത് ആവശ്യമല്ല എന്നാണ്. ഈ ചാനൽ ചർച്ചയിൽ വരാൻ അവസരം കൊടുക്കേണ്ടത് ആരാണ്? ഈ പാർട്ടിയിൽ ഏക ഒരു വ്യക്തി മാത്രമാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകൾ അതെ അതെ അത് 2 കൊല്ലം. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ പാനൽ ഉണ്ടാക്കുന്ന തീരുമാനം ഉണ്ടായത്. അതിനു മുമ്പ് ചാനൽ ചർച്ചയിൽ പല ആളുകളും അവരവരുടെ കപ്പാസിറ്റി വെച്ച് പല ആളുകളും പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർ, നല്ല ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസിലും KSUവിലുമുള്ള ചെറുപ്പക്കാർ അവരുടെ കപ്പാസിറ്റി വെച്ച് ഓരോരുത്തരും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു പാനൽ ഉണ്ടാക്കുന്നത്. ആ പാനൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറയുന്ന കോക്കസ് ആണ്. ആ പാനലിലേക്ക് കടക്കാൻ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വെറുതെ ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല. എല്ലാ ജില്ലയിലും
നല്ല ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങൾ പറയാനും പഠിച്ചു പറയാനും പ്രസംഗിക്കാനും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനുമൊക്കെ കഴിവും അതിനുള്ള ശേഷിയുമുള്ള ചെറുപ്പക്കാർ ഉണ്ടാകുമ്പോൾ അവരെ മാറ്റി നിർത്തി ഒരു പാനൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പാനൽ ഉണ്ടാക്കുന്നത് ഈ കോക്കസാണ്. ആ കോക്കസിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയൂ. ആ രീതിയിൽ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ നേതാക്കന്മാർ പുതിയ ചെറുപ്പക്കാർ കടന്നു വരുമ്പോഴൊക്കെ ഇവരുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല, എനിക്ക് അവിടെയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും കൊള്ളാവുന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കണമെന്ന് എന്തിനാണ് ഇപ്പോൾ വി ഡി സതീശന്റെ വിഭാഗത്തിന് താല്പര്യം? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുമോ? വി ഡി സതീശൻ ഇപ്പോൾ കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയെ നയിക്കുന്ന, കോൺഗ്രസിനെ നയിക്കുന്ന നേതാവല്ലേ? പാർട്ടിയിലെ കൊള്ളാവുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുമെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എനിക്ക് അടുത്ത ചർച്ചയിൽ പോകാനുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പാലക്കാട് മുൻ MLA പറഞ്ഞു, ഒരു പ്ലാവില പോലും മറിച്ചിടാത്ത, തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലാവില പോലും മറിച്ചിടാത്ത ആളുകളാണ് ഇപ്പോൾ വന്ന് വർത്തമാനം പറയുന്നത് എന്നാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ആകെ 2-3 ദിവസമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്? അദ്ദേഹത്തിന് ഒരു ചുമതലയും നൽകിയില്ല. താങ്കൾ ചോദിച്ചു, അദ്ദേഹം MLA അല്ലേ, അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും വരാം. അങ്ങനെ ഒരു MLAക്ക് വന്നിട്ട് ചാണ്ടി ഉമ്മൻ വന്ന് പിന്നെ കോട്ടയത്ത് നിന്ന് ഒരു വണ്ടി എടുത്ത് വന്നിട്ട് ഇവിടെ പിന്നെ വീട് കയറി വോട്ട് ചോദിക്കുകയാണോ ചെയ്യുക? അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ ക്ഷണിക്കണ്ടേ? അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കണ്ടേ? ഇന്ന ദിവസം വരണമെന്ന് പറയണ്ടേ? പരിപാടി ചാർട്ട് ചെയ്യണ്ടേ? സാധാരണ ഒരു പ്രവർത്തകർ, പാലക്കാട്ടെ പ്രവർത്തകർ വരുന്നത് പോലെ തന്നെ ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് താമസിച്ച് വോട്ട് ചോദിക്കണമെന്നാണോ? നിങ്ങൾ അത് അറിയാതെയാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അതുപോലെ തന്നെയാണ് ഞങ്ങളൊക്കെയും. ഞങ്ങൾക്ക് അവിടെ വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ തരണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കണമെന്ന് പറയണം. അപ്പോൾ ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ചുമതലകൾ നൽകാതിരിക്കുക, എന്നിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാം, അവർ ആക്റ്റീവ് അല്ല എന്ന് പറയാം. ഇതാണ് ഈ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ശ്രീകുമാരേട്ടനും ജയസാഹിലും പറഞ്ഞ ഒരു കാര്യത്തിനോട് മറുപടി പറയാം. എന്നോട് തിരിച്ചു വരണം, എന്നെ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇതിൽ എഴുതി കാണിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ DYFI പ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തെത്തി DYFIയുടെ മെമ്പർഷിപ്പ് എടുത്ത ഒരു സാധാരണ DYFI പ്രവർത്തകനാണ്. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. സ്നേഹത്തിന്റെ കട എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ കട പുലിവാൽ കല്യാണത്തിൽ സലീംകുമാർ പറഞ്ഞ പോലെ അതൊരു പടക്കക്കടയാണ്. അത് ഏതാനും ദിവസങ്ങൾക്കകം പൊട്ടിത്തെറിക്കാൻ പോകുന്ന, അത് സ്നേഹത്തിന്റെ കടയല്ല, അത് പടക്കക്കടയാണ്. അത് ഗുദാ ഹവ എന്ന് പറയുന്ന പോലെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു കട മാത്രമാണ്. അതിലേക്ക് തിരിച്ചു വരാൻ പിന്നെ ജീവഭയമുള്ള ആരും അതിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ജയസാഹിൽ ഇപ്പോൾ തയ്യാറായതുപോലെ നിരവധി നേതാക്കന്മാർ തയ്യാറാകണം. ആ പാർട്ടി ശുദ്ധീകരിക്കപ്പെടണം. കോൺഗ്രസ് പോലെ ഒരു സെക്യുലർ പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, ഒരു DYFI പ്രവർത്തകനാണ് ഞാൻ എന്ന് വളരെ സ്നേഹത്തോടെ അവർ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, എനിക്കൊരു ഇടവേള അത്യാവശ്യമായിട്ട് എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം എനിക്ക് TV നിതീഷിലേക്ക് കൂടി പോകാനുണ്ട്. കണ്ണൂരിലുമുണ്ട് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ. അതിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും നമ്മൾ എത്തുമ്പോൾ ശ്രീ TV നിതീഷ്, എന്താണ് അവിടെ പ്രശ്നം? ശരി, ഒരു മാടായി കോളേജ് എനിക്ക് അറിയാവുന്ന കോളേജാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഉള്ള സൊസൈറ്റിയാണ് നടത്തുന്നത്. ഇപ്പോൾ കോളേജ് നിയമനങ്ങളിൽ നമുക്കറിയാം, മിക്കവാറും ഇവിടുത്തെ അധ്യാപക നിയമനത്തിന് 35-40 ലക്ഷം, മറ്റ് നിയമനങ്ങൾക്കൊക്കെ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകൾ പണം വാങ്ങി നിയമനം നടത്താറുണ്ട്. അതൊരു രാഷ്ട്രീയ നിയമനം എന്നുള്ളതിനുപരി അത്തരത്തിലുള്ള നിയമനമാണ്. ഇവിടെ MK രാഘവൻ അധ്യക്ഷനായിട്ടുള്ള സൊസൈറ്റിയാണ് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് നിയമനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു വ്യക്തിക്കാണ് നിയമനം കിട്ടിയിട്ടുള്ളത്. അതിൽ കോഴ നിങ്ങൾ ആരോപിക്കുന്നു. പക്ഷെ അത് കോൺഗ്രസിന്റെ ആ മേഖലയിലെ കമ്മിറ്റികൾ, അത് CPM-നോട് അത്ര അടിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. ഈ പറഞ്ഞ മാടായി, കല്യാശ്ശേരി, പഴയങ്ങാട് ഏരിയ എന്നൊക്കെ പറയുന്നത് വലിയ തോതിൽ CPM-വുമായി അടിച്ചു നിൽക്കുന്ന ഏരിയയാണ്. കോൺഗ്രസ്സുകാർ വളരെ ശുഷ്കമായിട്ടുള്ള, CPM-ന് ഒരു തരത്തിലുള്ള അപ്രമാദിത്വമുള്ള ഏരിയകളിൽ കോൺഗ്രസിന്റെ കമ്മിറ്റികൾ തന്നെ രാജിവെക്കുക, MK രാഘവന്റെ വീട്ടിൽ കയറി തല്ലും എന്ന് പറഞ്ഞ് പ്രകടനം വിളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആലോചനകൾക്കും അപ്പുറത്തുള്ള കാര്യമാണ്. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് കോൺഗ്രസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിൽ ആദ്യം പരിഗണിക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ MK രാഘവൻ MP-യുടെ ബന്ധു എന്ന നിലയിൽ ആദ്യം തന്നെ ഒരു വ്യക്തിക്ക് അവർ നേരത്തെ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരിലും പിന്നെ രണ്ടാമത് ഇതിലെ ഡയറക്ടർ ബോർഡിലെ ആൾക്കാരുടെ നോമിനിക്കാർക്കുമാണ് ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7-ാം തീയതി നടന്ന ഇൻ്റർവ്യൂ വെറും പ്രഹസനമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആരോപിച്ചിട്ടുള്ളത്. പ്രഹസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എം പി അടക്കം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഹസനം, കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അങ്ങനെയാണോ? അതെ അതെ. അല്ല, അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ MK രാഘവൻ 2009 വരെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചതാണ്. അതിനുശേഷം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തട്ടകം കഴിഞ്ഞ 15 വർഷത്തിൽ കൂടുതലായി കോഴിക്കോടാണ്. അദ്ദേഹം അവിടെ MP ആയി പ്രവർത്തിക്കുന്നു, കോഴിക്കോട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ നാട്ടിൽ ഇത്രയും വലിയ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താണ്?
അതായത് കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ മടായി കോളേജിലെ തസ്തികകളിലേക്കുള്ള ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുന്നേ തന്നെ അതിലെ വേക്കൻസിയിൽ ഇന്ന ആൾക്കാർ എന്നുള്ളത് റിപ്പോർട്ട് അവരുടെ ഡയറക്ടർമാരിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇൻ്റർവ്യൂക്കാരെ അവിടെ വിളിച്ചിട്ട് അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ്. കാരണം ഇത് നേരത്തെ ഒരു വേക്കൻസിക്ക് ഏകദേശം 15 ലക്ഷം രൂപ വരെ ചോദിച്ചിട്ടുണ്ടെന്നാണ് നമ്മളെ ബൂത്ത് കമ്മിറ്റിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാതി തന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ സർക്കാർ പ്രതിനിധിക്ക് അവിടെ കൊടുക്കേണ്ടി വന്നത്. അല്ല, ഇപ്പോൾ ഇതിപ്പോൾ എം കെ രാഘവൻ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം കോളേജ് സർക്കാരിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചത് അങ്ങേയറ്റം വൈകാരികമായ പ്രശ്നമായി അദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്നെ കത്തിച്ചതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ DCCയുടെ നിലപാട് എന്താണ്? താങ്കൾ അവിടെ കല്യാശ്ശേരി മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. DCCക്കൊക്കെ നമ്മൾ 3 മാസം മുമ്പ് തന്നെ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MP-യുടെ ബന്ധുവിന് എന്തായാലും അവിടെ ജോലി കൊടുക്കും എന്നുള്ളത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, DYFI പ്രവർത്തകനാണ്, അവരുടെ റെഡ് വളണ്ടിയറൊക്കെയാണ്. അവർക്ക് ജോലി കൊടുക്കും എന്നുള്ള ഒരു വാശി മാനേജ്മെൻറ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ DCC പ്രസിഡന്റിന്, KPCC പ്രസിഡന്റ് തുടങ്ങി പിന്നെ മറ്റ് ജില്ലാതല കമ്മിറ്റി പ്രസിഡന്റുമാർക്കൊക്കെ നമ്മൾ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ആരോപിച്ച ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുന്നേ തന്നെ ആരോപിച്ച 2 പേർക്ക് എന്തായാലും അവിടെ ഇന്നലെ രാവിലെ തന്നെ നിയമനം നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അഴിമതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചു എന്നുള്ളതാണല്ലോ അതിൻ്റെ ക്രക്സ്. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷമേ ഉള്ളൂ. കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? 2 തവണയായി ഭരണം ഇടതു മുന്നണിക്കാണ്. 3ാമത്തെ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തവണ കൂടി ഭരണം നഷ്ടപ്പെടാനുള്ള അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ UDF-നും കോൺഗ്രസിനും ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. എന്ന് മാത്രമല്ല, അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇട നൽകും കേരളത്തിൽ 3ാമതൊരു ശക്തി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ അഖിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കൾക്ക് പരസ്യമായി രംഗത്ത് വന്ന് പറയേണ്ടി വരുന്നു. ഒരു വലിയ വിഭാഗം നേതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ചാണ്ടി അത് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ചാണ്ടിക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. ചാണ്ടിക്ക് തുറന്ന് പറയാം, ചാണ്ടി ഉമ്മനെ നാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കൊന്നുമില്ല. പക്ഷേ മറ്റു നേതാക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. എന്തായാലും ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഉള്ളിടത്തോളം കാലം ചാണ്ടി ഉമ്മനെ പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആ പ്രിവിലേജ് വെച്ച് തുറന്നു പറയുന്നതെന്ന് മാത്രമേ ഞാൻ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ കാണുന്നുള്ളൂ. ഇവിടെ കണ്ണൂരിൽ നോക്കൂ, MP-യുടെ വീട്ടിലേക്ക് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തുകയാണ്, അവിടുത്തെ കമ്മിറ്റികൾ പിരിച്ചുവിടുകയാണ്, രാജിവെച്ചൊഴിയാണ്. MP-യുടെ വീട്ടിൽ കയറി തല്ലുമെന്ന് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്തൊരു പാർട്ടി എന്നുള്ള നിലയിൽ നാട്ടുകാർക്ക് തോന്നുന്ന വിധത്തിൽ നമ്മളിത് 2000-ന്റെ ഒക്കെ ആദ്യ പകുതിയിൽ കണ്ടത് മാതിരിയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണോ കോൺഗ്രസ്? നോക്കൂ അഭിലാഷേ, കണ്ണൂരിലെ കാര്യമേ, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിറങ്ങി രാഘവേട്ടൻ്റെ കോലമൊക്കെ കത്തിച്ചു, മുദ്രാവാക്യം വിളിച്ചു. എനിക്ക് തോന്നുന്നത് അവർക്കതൊരു പ്രചോദനം കിട്ടിയത് എനിക്ക് തോന്നുന്നത് മാർക്സിസ്റ്റ് പ്രവർത്തകർക്ക് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചാൽ ഞങ്ങൾക്കെന്താ എന്നൊരു തോന്നൽ വന്നിട്ട് അങ്ങനെ ആയിരിക്കാം. കാരണം അതൊന്നും കോൺഗ്രസ്സിൽ പതിവില്ല. സ്വന്തം MP-യുടെ കോലം കത്തിക്കുന്ന പതിവൊന്നുമില്ല. അതൊക്കെ തെറ്റായ പ്രവൃത്തി തന്നെയാണ്. അതിൽ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയില്ല, കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ MP-യുടെ കോലം കത്തിച്ചു എന്നൊന്നും പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. കാരണം പരാതി കൊടുത്തിട്ടുണ്ടാവും, പരാതി പരിഹൃതമായിട്ടില്ലെങ്കിൽ അതിന് വേറെ മാർഗ്ഗങ്ങളൊക്കെ കോൺഗ്രസ്സിലുണ്ട്. കാരണം കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കൾ കണ്ണൂരിലുണ്ടല്ലോ. ഒരാൾ മാത്രമല്ലല്ലോ അവിടെ മറ്റേ ഒരു DCC മാത്രമല്ലല്ലോ പരാതി. KPCC കൊടുക്കാം, അച്ചടക്ക സമിതിക്ക് കൊടുക്കാം, സോണിയാഗാന്ധിക്ക് കൊടുക്കാം, ആർക്ക് വേണേൽ കൊടുക്കാമല്ലോ. ഇനി അതൊക്കെ കഴിഞ്ഞ് പോട്ടെ, ഇവർക്ക് ഈ ഒരു രാഘവേട്ടൻ ഇന്ന് വ്യക്തമായിട്ട് പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. പക്ഷേ അഭിലാഷ് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് 1.5 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പാണല്ലോ. ശരിയാണ്. അഭിലാഷ് മറന്നുപോയൊരു കാര്യമുണ്ട്. ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നു, അത് ഓർത്തില്ലേ? തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇന്നായിരുന്നു. ഇവിടെ നമ്മുടെ അഖിലൊക്കെ പറഞ്ഞല്ലോ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യം. ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു MP പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള അവസരമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിലെ ഈ സങ്കടം പറച്ചിൽ പുറത്തു വന്നാൽ അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ആ വാർഡിലത്തെ അവരുടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അല്ലാണ്ട് അതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ചാണ്ടി ഉമ്മൻ്റെ കാര്യം, ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്, സത്യമാണ്. കാരണം ചാണ്ടി ഉമ്മൻ അവിടെ ചുമതല കൊടുത്തിട്ടില്ല. എന്താണ് ചുമതല കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ VD സതീശൻ പറഞ്ഞു അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. KPCC പ്രസിഡന്റ് നാളെ മറുപടി പറയട്ടെ. പക്ഷേ ഈ നേതാക്കൾ, ഞാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് പ്രശ്നം ചാണ്ടി ഉമ്മന് ചുമതല കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, അത് അദ്ദേഹം അവസാനം പറയുന്ന ഒരു കാര്യമാണ്. ചാണ്ടി ഉമ്മൻ ഊന്നുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ പിതാവിൻ്റെ കൂടെയും ആദരണീയനായ ലീഡർ K കരുണാകരൻ സാറിൻ്റെ കൂടെയും ഒക്കെ നിന്നിരുന്ന വലിയൊരു വിഭാഗം നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല.
ചിലർ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്, ചില ആളുകളെ ഒഴിവാക്കുകയാണ്, എല്ലാവരെയും പരിഗണിക്കണം. ഇതാണ് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച കാതലായ വിഷയം. അതിനുശേഷം അതിന്റെ ടിപ്പണിയായിട്ട് അവസാനം അദ്ദേഹത്തിന് ചുമതല കിട്ടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മൻ്റെ അഭിപ്രായമുള്ള ഒരുപാട് നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇന്ന് ഞാൻ ചാണ്ടി ഉമ്മനെ അല്ല കേട്ടോ കുറിച്ചല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഇന്നൊരു അഭിപ്രായം പറയുന്ന നേതാവ് നാളെ വേറൊരു ഗ്രൂപ്പിലാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതായത് അനൗപചാരിക ചർച്ച ഇന്ന് കോൺഗ്രസ്സിലില്ല അഭിലാഷേ. അത് വേണം ഇനി. ഔപചാരിക ചർച്ചയല്ല, അനൗപചാരിക ചർച്ചകൾ എന്നൊരു സംഗതി കോൺഗ്രസിൻ്റെ കീഴടക്കമാണ്. എന്ന് വെച്ചാൽ ഒരു നേതാവും മറ്റൊരു നേതാവുമായിട്ട് ഒരു അനൗപചാരിക ചർച്ച നടത്തും. എന്താ കാര്യങ്ങൾ വേണ്ടേ, അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നേതാക്കളുടെ പ്രസ്താവന കാണുമ്പം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇങ്ങനെ ഒരുപാട് നേതാക്കൾ അവരുടെ സങ്കടം പറച്ചിൽ, ഞാൻ ഈ സങ്കടം പറച്ചെന്ന് പറയാൻ കാരണം രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമോ പൊട്ടിത്തെറിയൊന്നും അല്ല ഇപ്പം നടക്കുന്നത്. അവരുടേതായ ഒരു വ്യക്തിപരമായ അവരുടെ അഭിപ്രായങ്ങൾ അത് കുറച്ച് വിഷമത്തോടുകൂടി വികാരത്തോടുകൂടി പറയുമ്പോൾ അത് ഒരു അനുഭവമായിട്ട് കണക്കാക്കിക്കൊണ്ട് നേതാക്കൾക്ക് നാളെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാനിതൊക്കെ തുറന്നു പറയുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ആത്യന്തികമായിട്ട് ഞാനൊരു പത്രപ്രവർത്തകനാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ അനൗപചാരിക ചർച്ചയുടെ കുറവ് കോൺഗ്രസ്സിലുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നുകൊണ്ടോ KPCC എക്സിക്യൂട്ടീവ് ചേർന്നുകൊണ്ടോ പരിഹരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയകാര്യ സമിതി ചേരുമ്പോൾ അവിടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. നേരെ മറിച്ച് പഴയ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിഷയം വരുമ്പോഴേ അക്കാലത്തെ നേതാക്കൾ അനൗപചാരികമായിട്ടൊരു ചർച്ചയുണ്ട്. ആ അനൗപചാരിക ചർച്ചയിലാണ് മിക്ക സങ്കടങ്ങളും മഞ്ഞുരുകളും ഒക്കെ നടക്കുന്നത്. അത് ഇന്ന് അതിന്റെ കാരണം എനിക്കറിയില്ല, നേതാക്കൾ ചിന്തിക്കട്ടെ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ട്രസ്റ്റ് ഇഷ്യൂ, പണ്ടും കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട്, പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വിഴുപ്പലക്കലുണ്ട്, പോർവിളികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നേതാക്കൾക്കിടയിൽ അടിസ്ഥാനപരമായി ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു എന്നുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ പാലക്കാട് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. നടക്കുമ്പോൾ ഓക്കെ, ഇപ്പൊ കൂടെ ഇല്ലാത്തവരെയും ഓരോ ചുമതല കൊടുത്തോ അല്ലാതെയോ ഒക്കെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാം, എല്ലാവരെയും വിശ്വസിച്ച് കൂടെ നിർത്താം എന്നൊരു സമീപനം മിസ്സായി പോയോ? അല്ല, അത് പാലക്കാട്ടെ കാര്യം ഈ ചുമതല കൊടുക്കാത്തതിൻ്റെ കാര്യം എനിക്കറിയില്ല. കാരണം അത് നമ്മൾക്കറിയാത്ത വിഷയം പറയുന്നില്ല. പക്ഷേ പാലക്കാട്ട് കോൺഗ്രസ് KPCCയും പ്രതിപക്ഷ നേതാവും അതുപോലെ UDF നേതൃത്വവും ഒക്കെ തീരുമാനിച്ച പ്രകാരമാണ് അവിടെ അജണ്ട നിശ്ചയിക്കപ്പെട്ടത്. ആ അജണ്ട മാറ്റിമറിക്കാൻ CPM പലവട്ടം ശ്രമിച്ചിട്ടും അതെന്തായാലും അത് അവിടെ തട്ടിമറിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അഭിലാഷം കൃത്യമായിട്ട് ആലോചിക്കും. നിങ്ങളവിടെ ഉണ്ടായിരുന്നാണല്ലോ. അവിടെ VD സതീശൻ വിരുദ്ധതയാണ് മന്ത്രി രാജേഷും CPM നേതാക്കളും കൊണ്ടുവന്നത്. അതവിടെ വിലപ്പോയില്ല. അതാണ് എൻ്റെ കാര്യം. ഇവിടെ ശ്രീ അഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ എല്ലാ കാലത്തും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒരേപോലെ വളരാൻ ഇപ്പോഴത്തെ അവസരത്തിൽ പറ്റുന്നില്ല. 1970-കളിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിരുന്നു. ഇത് 2000-ലൊക്കെ ആകുമ്പോൾ യൂത്ത് കോൺഗ്രസ് സമ്മർദ്ദ ഗ്രൂപ്പല്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പമുള്ള അവരുടെ അനുയായികളായി മാറുന്നൊരവസ്ഥയാണ്. അത് യൂത്ത് കോൺഗ്രസ്സാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാണ്ട് നേതാക്കളല്ല. പഴയ കാലത്തൊരു സമ്മർദ്ദ ഗ്രൂപ്പ്, ഒരു പ്രഷർ ഗ്രൂപ്പായിരുന്നു യൂത്ത് കോൺഗ്രസ് 70-കളിൽ. അന്ന് CK ഗോവിന്ദൻ നായരൊക്കെ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ AK ആന്റണി, ഉമ്മൻചാണ്ടി, ഷൺമുഖദാസും ഒക്കെ എങ്ങനെയാണ് കടന്നു വന്നത്, കൊട്ടറയൊക്കെ. ആ കാലമല്ല ഇന്ന്. അപ്പോൾ കാലം മാറുമ്പോൾ അത് നമ്മൾ വായിക്കണം. ഇന്നത്തെ KPCC പ്രസിഡന്റ് മാത്രമാണ് പ്രായത്തിൽ കുറച്ച് കൂടുതലുള്ളത്. നേരെ മറിച്ച് VD സതീശനായാലും ചെന്നിത്തലയായാലും മറ്റു ആരായാലും ഒരു തലമുറ മാറ്റത്തിൻ്റെ ആൾക്കാരാണ്. ആ തലമുറ മാറ്റത്തിൽ വന്നവർ ഏതാണ്ട് യൂത്ത് കോൺഗ്രസ് ശൈലിയിലാണെന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരേ നിലയിലുള്ള നേതാക്കൾ വരുമ്പോൾ ഈ അനൗപചാരികത അവിടെ ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ്. ഇന്നിപ്പോൾ K മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ യോഗങ്ങൾ ചേരണമെന്ന്. യോഗങ്ങൾ ചേരുമ്പോൾ ഔദ്യോഗികമായ ചർച്ചകളെ നടക്കുന്നുള്ളൂ. അവിടെ മുരളീധരൻ്റെയോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെയോ അല്ലെങ്കിൽ VD സതീശൻ്റെയോ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യാനാണ് അനൗപചാരിക ചർച്ച എന്ന് ഞാൻ പറയുന്നത്. അത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു. അത് AK ആന്റണിയുടെ കാലത്ത് വളരെ ഭംഗിയായി നടന്നിരുന്നു. അത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അനൗപചാരിക ചർച്ചയ്ക്ക് തുടക്കമിടാൻ ഇവർക്കൊരു മടിയുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അപ്പോൾ പരസ്യമായി പറയുന്നത് എന്താണ്, നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ ഒരു ഫോണിൽ വിളിച്ച് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആ കാര്യം ഫോണിൽ പറയുന്നില്ല അവർ. അപ്പോൾ ഫോണിൽ പറയേണ്ട കാര്യം ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് പറയുമ്പോൾ പിന്നെ അത് പരസ്യമാവുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ VD സതീശനോട് ചോദിച്ച് എന്താണ് അഭിപ്രായം, സതീശൻ എന്താ പറഞ്ഞത്, അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഏക നേതാവാണ്, യാ സംശയമില്ല. അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കപ്പെടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് അനൗപചാരിക ചർച്ച. ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. ശരി, ഓക്കെ. അവിടെയാണ് എൻ്റെ ചോദ്യം. ശ്രീ അഖിൽ,
അങ്ങനെ ഒരു അനൗദ്യോഗിക ചർച്ച അല്ലെങ്കിൽ ഒരു കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് കോൺഗ്രസിൽ ഇല്ലാത്തതാണോ പ്രശ്നം? അദ്ദേഹം ഉന്നയിച്ച പോയിന്റ്. രണ്ടാമത്തേത്, ഇന്നിപ്പോൾ വി.ഡി. സതീശനോട് മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അദ്ദേഹം പറഞ്ഞു അതൊക്കെ സംഘടനാ നേതൃത്വം മറുപടി പറയേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. പാവം കെ സുധാകരനാണോ ഇതിനൊക്കെ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കൊക്കെ സമാധാനം പറയേണ്ടത്? സ്ട്രൈറ്റ് ആയിട്ട് പറയും. അല്ല, അവിടെ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം ഒരു പാർലമെൻ്ററി പാർട്ടിയിലെ ഒരു MLA ആണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹിയായിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അത്തരം ആളുകളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കാൻ പാർട്ടി നേതൃത്വം, അത് KPC പ്രസിഡന്റ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, AICC എന്നുള്ളത് മാത്രമല്ല, AICC നേതൃത്വത്തിലുള്ള ആളുകളാണെങ്കിലും ഉൾപ്പെടെയുള്ള ആളുകളും അതിന് തയ്യാറാകണം. അത് പാർട്ടി നേതൃത്വം. ഞാൻ വീണ്ടും ആംഗിളിൽ തന്നെയാണ് അഭിലാഷെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ പാർട്ടി ആരും ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് വാചകം. പാർട്ടി ആരും ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞ പോലെ കൂട്ടായ ആലോചനയുടെ ഭാഗമായി തന്നെയാണ് പോകേണ്ടത്. തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത്തരം ആലോചനയുടെ ഭാഗമായി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കടമെടുക്കുകയാണ്. പണ്ടൊക്കെ പ്രഷർ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ആ പ്രഷർ ഗ്രൂപ്പ് ആയിരുന്ന സമയത്ത് പോലും ഈ പ്രവർത്തകരെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അതിനകത്തൊരു നേരും നെറിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ ആ ശൈലി ഒന്ന് പരിശോധിക്കുക. ആത്മാർത്ഥമായി ശ്രീകുമാർ സാർ ഒരു മാധ്യമപ്രവർത്തകനാണ്, ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എക്കാലവും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാനൊരു കുറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥയിലേക്കോ പാർട്ടിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്കല്ല. അത്തരം അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എടുക്കുമ്പോൾ ഇവിടെ ഒരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന, നാട്ടിൽ ഈ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന വരുമാനം കൊണ്ട് നാട്ടിലെ ആളുകളുടെ വിഷയങ്ങളിലും സംഘടനാ പ്രവർത്തനവും കൊടി കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ നടക്കുന്ന ആ ചെറുപ്പക്കാർക്ക് സംഘടനാ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിലെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സിസ്റ്റത്തിന് കഴിയുമോ എന്നുള്ളത് ആത്മാർത്ഥമായി പരിശോധിക്കും. ഞാനൊക്കെ ഉള്ളിൽ നിന്നുള്ള സംഘടനാ തെരഞ്ഞെടുപ്പല്ലേ നടത്തിയത്? അല്ല, ഞാൻ പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പിൽ കടന്നു വരാൻ കഴിയും. അതിനകത്തൊരു ആ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ രീതിയെ കുറിച്ചാണ് അഭിലാഷ് ഞാൻ പറയുന്നത്. ആ രീതിയിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനകത്തൊരു മണി മോട്ടീവായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയും ചെലവും അതിനകത്തുണ്ട്. അത്തരം കാഴ്ചയിലേക്ക്, അത്തരം കടന്നുവരവിലേക്ക് കടന്നു വരാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള നാട്ടിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കൂടെ നിർത്താൻ കഴിയുന്ന ആളുകൾക്ക് അത്തരം ആ ഒരു പ്രവർത്തന ശൈലിയുടെ ഭാഗമായി, അത്തരം ആ തെരഞ്ഞെടുപ്പ് ശൈലിയുടെ ഭാഗമായി കടന്നു വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി പാർട്ടി നേതൃത്വം ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് കാരണം അത് അനിവാര്യമാണോ എന്നൊന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. കാരണം ഞാൻ പറഞ്ഞു വന്നതിനകത്ത് ഒരു പൊരുളുണ്ട്. ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഒരു നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട്. പക്ഷേ ആ നേതാവിന് പ്രവർത്തിക്കുന്ന ആളുകളെയും പ്രവർത്തിക്കാത്ത ആളുകളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായി ചൂസ് ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ ആ ചൂസിങ് വളരെ കറക്റ്റായിരിക്കും. പക്ഷെ മറ്റേ മണി മോട്ടീവായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ശൈലിയിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് ഈ മണി മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ എന്നുള്ളതാണോ അല്ലെങ്കിൽ പൈസ ചെലവഴിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണോ? എത്രയോ കാലമായി, ഒരുപാട് കാലമായിട്ട് യൂത്ത് കോൺഗ്രസിലും KSUവിലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അല്ല, അഭിലാഷ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഭിലാഷ് ആ തെരഞ്ഞെടുപ്പിന്റെ സിസ്റ്റത്തെ ഒന്ന് പരിശോധിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകൻ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് പരിശോധിക്കണം. ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളിന് അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിലയിലേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര പേരെ ചേർക്കണമെന്നും അവർക്ക് വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്നും അന്വേഷിക്കണം. അതിന് മുകളിലേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര രൂപ കെട്ടിവെക്കണമെന്നും എത്ര രൂപ ഓരോ ആളുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നും മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നത് ഈ പണത്തിൻ്റെ ഒരു അതിപ്രസരം തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക്, സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് ഈ അപ്രോച്ചബിൾ അല്ലാതെ അവർക്കൊക്കെ ഒന്ന് മാറി നിൽക്കപ്പെടേണ്ട ഒരു സാഹചര്യം എവിടെയൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. അതൊരു പ്രവർത്തകന്റെ വികാരമായി ഞാൻ പറയുന്ന. ഇതൊക്കെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നോക്കൂ ശ്രീ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അദ്ദേഹം അതിസമ്പന്നനോ അതല്ലെങ്കിൽ ഏതോ യൂസഫ് അലിയുടെയോ അല്ലെങ്കിൽ രവി പിള്ളയുടെയോ ബാക്കിംഗ് ഉള്ള ആളോ ഒന്നും അല്ലല്ലോ. സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, വലിയ സമ്പന്നനായിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എ ഗ്രൂപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കാൻഡിഡേറ്റ് കിട്ടുന്നു. അപ്പുറത്ത് അബിൻ വർക്കി മത്സരിക്കുന്നു, രണ്ടുപേരും മത്സരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നു. ഇതിലിപ്പോ വലിയ തോതിലുള്ള പണത്തിന്റെ ചെലവഴിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല. അല്ലല്ല, അത് അഭിലാഷൻ അതിനെപ്പറ്റി ഒരു വിശദമായ ഒരു പഠനത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ് അഭിലാഷൻ അതിന് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ രീതിക്കകത്ത് ഒരു ചെറിയ പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്. അതൊക്കെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യപ്പെടേണ്ട. അത്തരത്തിലുള്ള രീതികൾ വേണമോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട. നമുക്കത് എനിക്ക് വേണമെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്കല്ല, ഉണ്ടാവുന്ന പ്രശ്നം എന്താണ് എന്നുള്ളതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്കല്ല ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ
ഞങ്ങൾ കുറ്റപ്പെടുത്തുകയോ ആരെയും പഴിചാരുകയോ ആരെയും തള്ളിപ്പറയുകയോ ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ആളുകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ആശങ്ക അത് കേൾക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. അതിനകത്ത് ഒറ്റ കാര്യം, ഈ പറയുന്നത് പോലെ പാർട്ടി ആരും ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ അത് വീണ്ടും എടുത്ത് ആവർത്തിച്ച് തന്നെ പറയാൻ അല്ല അവിടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു തീർക്കാനായിട്ട് അനുവദിക്കാം. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഓരോ ആളുകളെ ചൂസ് ചെയ്യുന്ന കാര്യത്തിനകത്താണെങ്കിലും ഓരോ ആളുകളെ ഇപ്പോൾ പാർലമെന്ററി രംഗത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കാണെങ്കിലും ആളുകളെ ചൂസ് ചെയ്യുന്നത് ഇന്ന ആളുകളുടെ ഒരു തീരുമാനത്തിന്റെ ഡിസിഷന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും എന്നുള്ളൊരു ഭയപ്പാടായിരിക്കാം ചില ആളുകൾക്ക് ചിലപ്പോൾ തുറന്നൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തുറന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. പാർട്ടിയിൽ ആർക്കെങ്കിലും ഒക്കെ ആശങ്കയുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം നിയമസഭയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു വളരെ ആത്മാർത്ഥമായി തന്നെ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. കേരളത്തിലെ KPC പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. KPC പ്രസിഡന്റ് പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അവർ അദ്ദേഹവും പ്രവർത്തക വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇവർക്കെല്ലാവർക്കും ചേർന്നൊരു ക്രീം ലെയർ, ഒരു കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ പല ആളുകളെയും ചൂസ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ആ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ അവർ തീരുമാനം എടുക്കണമെന്നൊരു അഭിപ്രായം കൂടിയാണ് ഞങ്ങൾ പറഞ്ഞു. അവരല്ല തീരുമാനം എടുക്കുന്നെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു KC വേണുഗോപാലിന് കുഴപ്പമില്ല, K സുധാകരന് കുഴപ്പമില്ല, VD സതീശന് കുഴപ്പമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം? പിന്നെ ആർക്കാണ് പ്രശ്നം? ഇവരെ ഒരുമിച്ച് തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം? ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വീറ്റോ അധികാരമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളെന്ന് വിശ്വസിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിന് മുകളിൽ VD സതീശൻ തീരുമാനം എടുക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു കോൺക്രീറ്റ് ആയ ഫോം എന്താണ്? പക്ഷേ ഞാൻ പറയാം, ഈ ഒരു പാർട്ടിക്കകത്ത് നമ്മൾ ഒരു കൃത്യമായ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഈ താഴെത്തട്ടിൽ അഭിലാഷ് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൃത്യമായ മോണിറ്ററിംഗ് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകണം. അത്തരം ആളുകളെ പരിഗണിക്കപ്പെടണം. അത് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർട്ടിയുടെ നേതൃതലങ്ങളിലാണെങ്കിലും അത്തരം ആളുകളെ പരിഗണിക്കുക തന്നെ വേണം. പിന്നെ ഈ പറയുന്ന പോലെ K മുരളീധരന് ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ആശങ്കയുണ്ടായിരുന്നു. അവരുടെ ആശങ്കയും അവരുടെ പ്രയാസവും പ്രശ്നവും കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം അഭിലാഷ് ഈ ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞു വെക്കേണ്ടത്, ഇവിടെ ഏതെങ്കിലും പ്രവർത്തകൻ ഒരു ബുദ്ധിമുട്ടായി നേതൃത്വത്തെ കാണാനായി ചെന്നിട്ടുണ്ടെങ്കിൽ, അവനൊരു പ്രയാസമുണ്ടെങ്കിൽ, ഞങ്ങൾ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തന ശൈലി കുറച്ച് കൂടുതൽ ഞാൻ അതിലൊരു ചോദ്യം. ഇപ്പൊ നോക്കൂ, പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്, പാലക്കാട് എന്നുള്ളതല്ല പാർട്ടിയുടെ തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനറായിരുന്ന ഡോക്ടർ P സരിൻ പാർട്ടി വിട്ടുപോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹം പോകുന്നു. അതിന് പിന്നാലെയാണ് ഷാനിബ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച നേതാക്കൾ പോകുന്നത്. പാർട്ടിക്കകത്ത് ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും പോകില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും. സരിന് ആഗ്രഹം ഉണ്ടായിരുന്നു മത്സരിക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ ഒന്ന് സംസാരിച്ച് ഓക്കെ ആക്കാമായിരുന്നു എന്നുള്ളതാണോ? ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണോ? എന്താണ് കുറച്ചുകൂടി വ്യക്തമായി പറയാം? ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ, ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രവർത്തന ശൈലി, ആ ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഇപ്പോൾ വെട്ടുപോത്തിനെ പോലെ കടന്നു വന്ന് ഈ ഒരാളെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യത്തോട് കൂടി പോലും ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ ആൾ വളരെ ശാന്തനായി മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകാറുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ശൈലി. കാരണം ഇതിനേക്കാൾ അപ്പുറം പ്രതിസന്ധിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള ആളുകൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് ആ പ്രയാസമൊക്കെ ഇറക്കി വെച്ചിട്ട് ഒന്ന് തിരിച്ചു പോകേണ്ട ഒരു ശൈലി. കാരണം എല്ലാവരും ഈ പാർട്ടിയുടെ ഭാഗമായി വേണം. ഈ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചിട്ടുള്ള ആളുകൾ, ഈ പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ, താഴെത്തട്ടിൽ തല്ലു മേടിച്ചിട്ടുള്ള ആളുകൾ, എല്ലാവരും ഈ പാർട്ടിയുടെ ഭാഗമായി തന്നെ വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. ആ പ്രയാസത്തെ ചർച്ച ചെയ്യപ്പെടുകയും ആ പ്രയാസത്തെ ഒഴിവാക്കി അവരെ ചേർത്ത് പിടിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന് തന്നെയാണ് വീണ്ടും പ്രയാസമുള്ളവരെ ചേർത്ത് പിടിക്കണമെന്ന് താങ്കൾ ഒരുപാട് തവണ പറഞ്ഞു. എന്താണ് പ്രയാസം എന്നുള്ളത് ഒരു കാര്യം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ മുമ്പ് താങ്കൾ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മനാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നു. ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മൻ തന്നെയാണല്ലോ, അദ്ദേഹത്തിന്റെ പെൺമക്കളാലും രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശം ചാണ്ടി ഉമ്മനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യം അവിടെ എന്താണ് എന്ന് ഞാൻ അന്ന് ആലോചിച്ചു. ഇപ്പൊ പറയുന്നു പ്രയാസം. ചാണ്ടി ഉമ്മന് പാർട്ടിക്കകത്ത് എന്താണ് പ്രയാസം, താങ്കൾക്ക് എന്താണ് പ്രയാസം? നമുക്ക് അങ്ങനെയുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ല, ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കും. ഇപ്പൊ ചാണ്ടി ഉമ്മൻ എന്താ ഇന്ന് പറഞ്ഞത്, അദ്ദേഹം വളരെ വ്യക്തമായി രണ്ടാമത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് MLA
MLA-മാർക്കും MP-മാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചുമതല വിധിച്ചു നൽകിയപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രയാസം, ചോദ്യം. അതിന് മറുപടി പറയാൻ നേതൃത്വം തയ്യാറാകേണ്ടത്. അത് കൃത്യമായി അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയിൽ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. പിന്നെ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ പിന്മുറ എന്നൊക്കെ പറയുന്നതിനകത്ത് ലെഗസി എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറയാം. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ ലെഗസി തന്നെയാണ്. പിന്നെ ഈ പാരമ്പര്യമൊക്കെ പേറി പല ആളുകളും ഒക്കെ അതൊക്കെ പറയുന്ന ശൈലിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അത്തരം ആളുകൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളും ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം തന്നെ നിന്നിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് വളരെ വ്യക്തമാണ്. കുറച്ച് കൂടുതലായി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തവുമാണ്. ചർച്ചയിൽ ശ്രീകുമാർ, നോക്കൂ, കോൺഗ്രസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമേ അല്ല. പക്ഷേ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതിലുപരി ഒരു പാർട്ടിയാണ്. അപ്പോൾ വൈരനിര്യാതന ബുദ്ധി പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു സമീപനം കോൺഗ്രസിനാകാമല്ലോ. ഇപ്പോൾ പഴയതുപോലെ പരസ്യമായ പോർവിളികളൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുന്നു എന്നുള്ളത് കാണണ്ടേ നമ്മൾ? പരസ്യമായിട്ടാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാണ്. പക്ഷെ ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതത്തെയല്ലേ കോൺഗ്രസ് കുറെ കൂടി ഗൗരവത്തോടെ കണ്ടത്. പണ്ടൊരിക്കൽ എന്നോട് ബെന്നി ബെഹന പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹം എ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജറായിരുന്നു. എ ഗ്രൂപ്പിന്റെ ശക്തി സ്രോതസ്സായി നിൽക്കുന്ന സമയത്ത് കെ കരുണാകരൻ തൃശ്ശൂർ തോറ്റതിന് ശേഷം നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാനെയാണ് തെരഞ്ഞെടുപ്പ് ചാർജ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ എ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഐ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ സ്വന്തം തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഏൽപ്പിക്കുകയാണ്. അതിലൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. അന്ന് ഇപ്പോൾ ബെന്നി ബെഹനാൻ കെ കരുണാകരനോട് പറഞ്ഞു, ലീഡറെ, ഇപ്പം ഞാൻ എ ഗ്രൂപ്പിന്റെ ഭാഗമായി ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയിൽ അങ്ങയുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് മോശമാവുമല്ലോ. അതുകൊണ്ട് അങ്ങ് എന്നെ നിരീക്ഷിക്കാൻ എൻ്റെ വണ്ടിയിലെപ്പോൾ അങ്ങേക്ക് ഉറപ്പുള്ള ഒരാളെ വെച്ചോളൂ എന്ന് പറയുമ്പോൾ ലീഡർ പറഞ്ഞത്രേ, അങ്ങനെ ഞാൻ ഒരാളെ നിന്നെ നിരീക്ഷിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ നിരീക്ഷിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് മാതിരി. അപ്പോൾ അപ്പുറത്തുള്ള, അതായത് എ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരാളെ കരുണാകരനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് സതീശൻ്റെ ഒപ്പം ഇല്ലാത്ത ആളെ അദ്ദേഹത്തിന് വിശ്വസിക്കാം, സുധാകരനൊപ്പം ഇല്ലാത്ത ആളെ വിശ്വസിക്കാം. എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോവുക, ഒരുമിച്ച് പോവുക. അപ്പോഴും ഗ്രൂപ്പ് ആവാം, അഭിപ്രായ വ്യത്യാസങ്ങളാവാം. എന്നാൽ കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗത നിലയിലേക്ക് കോൺഗ്രസ് മടങ്ങിപ്പോകണ്ടേ? സെമി കേഡറായിട്ട് കാര്യമുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുപോലെ ജൈവികമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു പാർട്ടിയായി നിലനിൽക്കുക എന്നുള്ളതല്ലേ നല്ല ചോയ്സ്? അല്ല, നോക്കൂ അഭിലാഷം, നമ്മൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയത് ആലോചിക്കണം. പഴയ കാലത്ത് ഇപ്പോൾ കരുണാകരൻ്റെ ആൻ്റണിയുടെയും കാലത്ത് കോൺഗ്രസ് പോലെ ഇപ്പോൾ ആവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ആ ഒരു കാലത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങൾ CPM-ലാണെങ്കിലും BJP-യിലാണെങ്കിലും എല്ലായിടത്തും അവസ്ഥ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ നേതാക്കൾ ഒരുപാടുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത്. പക്ഷേ എനിക്കത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഈ നേതാക്കൾക്കിടയിലെ ഭിന്നത എന്ന് പറയുന്നത് അവരത് പരസ്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അവർ നീറിപ്പോച്ചിൽ അതിൽ വരുന്നില്ല. നീറിപ്പുകച്ചിൽ വരുന്നത് മറ്റു പാർട്ടികളല്ല, CPM-ലൊക്കെയാണ്. കോൺഗ്രസിൽ നീറിപ്പുകച്ചിലില്ല, ഉള്ളതെന്ന് തുറന്നു പറയണം. ഇപ്പോൾ മുരളി എത്ര തവണ തുറന്നു പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അഖിൽ പറയുന്നില്ല കാര്യങ്ങൾ. പക്ഷേ അഖിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴേ ഈ യൂത്ത് കോൺഗ്രസ് സെലക്ഷനൊക്കെ ഞാനൊക്കെ ഈ കോൺഗ്രസിൻ്റെ എ ഗ്രൂപ്പുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഇലക്ഷനോട് യാതൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം യഥാർത്ഥ പ്രവർത്തകൻ മാറി നിൽക്കുകയും കൂടുതൽ മെമ്പർഷിപ്പ് ചേർക്കുന്ന ആളെ ജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് എല്ലാവരും, എല്ലാ ചിലരൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ പഴയ കാലമല്ല, ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തയായ ലതിക സുഭാഷ് പാർട്ടി വിട്ടുപോയില്ലേ? ആ ശോഭന ജോർജ്, രമേശ് ചെന്നിത്തലയുടെ മറ്റേ കാലഘട്ടത്തിലെ ശോഭന ജോർജ് പാർട്ടി വിട്ടുപോയില്ലേ? ഞാൻ പറഞ്ഞ ഇതൊന്നും കോൺഗ്രസ് ഇതൊക്കെ എല്ലാ കാലത്തും ആളിലൊക്കെ പോയി. ഇപ്പോൾ സരിൻ പോകുമ്പോൾ സരിനെ CPM ഏറ്റെടുത്തു. നേരെ മറിച്ച് കോൺഗ്രസ്സിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ വരുമ്പം സന്ദീപ് വാര്യരെ ഏറ്റെടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ പ്രശ്നമാവുകയാണ്. എന്ന് വെച്ചാൽ ചിലരെങ്കിൽ അഭിപ്രായ ഭിന്നത പറയുകയാണ്. ആ അഭിപ്രായ ഭിന്നത പറയുന്നവർക്ക് കോൺഗ്രസിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അങ്ങനെയൊക്കെ അവസ്ഥ എല്ലാ പാർട്ടികളും ഉണ്ടെന്ന് അത് അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇൻഫോർമൽ ഇതാണ്. അനൗപചാരികമായ ചർച്ചകൾ ഉണ്ടാവട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് വർഷം വരാൻ പോവുകയാണ്. കലങ്ങി തെളിയുമോ അതോ കലങ്ങി മറിയുമോ കോൺഗ്രസ്? കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അതിന്റെ അനുരണനങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ നന്ദി. എന്റെ പാനലിലുള്ള എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.